അപ്പോൾ ഗായ്സ് ഒരു രക്ഷയില്ലാത്ത ബാസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റിസ്വാൻ. അപ്പം ടോപ്പ് ആൻഡ് ഫൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്, ഞാൻ മുമ്പ് ഒരു സബ് ഊഫറിൻ്റെ ആംപ്ലിഫയർ ബോർഡ് പരിചയപ്പെടുത്തിയായിരുന്നു, ഒരു 100 വാട്ട്സിൻ്റെ ഒരു മോണോ ആംപ്ലിഫയർ ബോർഡ്. അപ്പം ഇതാണ് സംഭവം. ഓക്കെ, അപ്പം ഞാൻ അന്ന് എനിക്ക് വർക്ക് കാണിച്ചു തരാൻ പറ്റിയിരുന്നില്ല ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വർക്ക് ഒരു ദിവസം കാണിക്കുകയാണെന്ന്. അപ്പം ആ ദിവസം ഇന്നാണ് ഗൈസ്. അപ്പം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ചെറിയൊരു ബോക്സിൻ്റെ അകത്തേക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ പഴയ ഹോം തിയേറ്ററിൻ്റെ അകത്താണ് ഈ സംഭവം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് പഴയ ഒരു അധികം പവറൊന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു ആംപ്ലിഫയർ ബോർഡൊക്കെ ആയിട്ടിരുന്ന ഒരു പഴയ ഹോം തിയേറ്റർ ആയിരുന്നു. അപ്പം അതിൻ്റെ സബ് വൂഫർ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ഗൈസ് ഇന്ന്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ വർക്ക് നോക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കാര്യം ഒന്നും കൂടെ ഒന്ന് വേഗം പറഞ്ഞുതരാം. ഗൈസ് ഇതൊരു ഡ്യുവൽ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ സബ് വൂഫർ ബോർഡാണ് ഗൈസ്. അപ്പം ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 100 വാട്ട്സ് ആണ്. അതുപോലെ തന്നെ 12 ഇഞ്ച് സബ് വൂഫറൊക്കെ ഇതിന് കറക്റ്റ് മാച്ചാണ്. അപ്പം കൂടാതെ പിന്നെ ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ മോഡൽ ഇപ്പോൾ 3055 എന്ന ഒരു മോഡലാണ് ഗൈസ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 350 രൂപ തൊട്ട് 500 രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ്, ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് 27027 ഡ്യുവൽ സപ്ലൈ ആണ് ഗൈസ്. അപ്പം ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു ചെറിയ യൂണിറ്റ് താഴത്തോട്ട് വെക്കുവാണ്. അപ്പം ഈ ഒരു യൂണിറ്റ് നമ്മൾ താഴത്തോട്ട് വെച്ചിട്ട് നമ്മുടെ സബ് വൂഫർ എടുത്ത് നമുക്ക് മേളിൽ വെച്ച് അതിൻ്റെ വർക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ അകത്ത് സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് സോങ് പ്ലേ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ബാസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അത് കാരണമാണ് ഇതിൻ്റെ ബീറ്റ് നിങ്ങൾക്ക് അധികം മനസ്സിലാവാത്തത്. അപ്പോൾ നമുക്ക് നേരെ ബാക്ക് ക്യാമറയിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഗൈസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ വീട്ടിലെ പഴയ ഹോം തിയേറ്റേഴ്സിൻ്റെ സബ് വൂഫറൊക്കെ എങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.